രാജ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. 2 റാലികളിലാണ് പങ്കെടുക്കുക. ബനാസ്കന്ധയിലും സബർകന്ധയിലുമാണ് പരിപാടികൾ. ഈ മാസം 7-ാം തീയതിയാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതീവ ഗൗരവകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് പ്രധാനമന്ത്രി. ഒരു റെസ്റ്റില്ലാത്ത പ്രചാരണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇന്നലെ മഹാരാഷ്ട്ര ഒപ്പം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ പ്രചാരണം ശക്തമായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗുജറാത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലാണ് പ്രചാരണ പരിപാടികൾ ഏർപ്പെടുന്നത്. എപ്പോഴായിരിക്കും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്? എവിടെയൊക്കെയാണ് റാലികൾ? രജനി, എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം സ്വന്തം തട്ടകമായ, സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ബനസ്കന്ധയിലും സബർകന്ധയിലും 2 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഉച്ചതിരിഞ്ഞാണ് ഈ 2 റാലികളും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിലെ 26 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ മാസം 7-ാം തീയതി 3-ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് അവിടെ പോളിംഗ് നടക്കുന്നത്. 2014-ലും 2019-ലും 26 സീറ്റുകളും BJPക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അദ്ദേഹത്തിൻ്റെയും അമിത് ഷായുടെയും സ്വന്തം തട്ടകമാണ്. അവിടെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രചരണത്തിനായി എത്തുന്നത്. ഇത്തവണയും അവിടെ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം BJPയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ് ഗുജറാത്ത് എന്നത്. ഇന്ന് കാണുന്ന BJPക്ക് മുൻപ്, അതായത് BJPക്ക് കാര്യമായ സംഘടനാ സംവിധാനം ഭാരതത്തിൽ എല്ലായിടത്തും ഇല്ലാത്ത കാലത്ത്, അതായത് ഒരു 2004-ലൊക്കെ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ നിന്നും പോയി, പിന്നീട് 2014 വരെയുള്ള ഒരു കാലഘട്ടം BJPയെ സംബന്ധിച്ച് കുറച്ച് ദുഷ്കരമായ സമയമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു. ആ കാലത്ത് പോലും BJPക്ക് കൃത്യമായ അടിത്തറയുള്ളൊരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് എന്നത്. അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഗുജറാത്തിൽ കാവിത്തരംഗം അല്ലെങ്കിൽ മോദി തരംഗം അന്നും ഉണ്ടായിരുന്നു. അതിനാൽ നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അടിത്തറ പാകിയ ആ ഭൂമിയിൽ അവിടെ സ്വാഭാവികമായും ഇത്തവണയും 26-ലും താമര വിരിയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഒക്കെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ഗുജറാത്തിൽ നിന്നും മറിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി ആരും പ്രതീക്ഷിക്കുന്നില്ല. 14-ലും 19-ലും 26 സീറ്റും BJPക്ക് സമ്മാനിച്ച സംസ്ഥാനമാണ്. അവിടെയാണ് ഇന്നിപ്പോൾ 2 റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. രജനി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. 2 റാലികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.